നമ്മുടെ കണ്ടന്റ് എന്ന് പറഞ്ഞാൽ മീഡിയ വൺ ആണ് കേട്ടോ. മീഡിയ വണ്ണിന് കുറച്ച് മുമ്പ് ഒരു വാർത്ത വന്നിരിക്കുന്നുണ്ട്. ഇസ്രായേലിന്റെ പ്രൈം മിനിസ്റ്റർ ഇസ്രായേൽ വിട്ടു, രാജ്യം വിട്ടു എന്നൊക്കെ പറഞ്ഞിട്ട് വാർത്ത കൊടുത്തിരിക്കുന്നത്. ഇത് ഇസ്രായേൽ അറിഞ്ഞോ? ഇവിടെ കേരളത്തിൽ നിന്നൊരു ചാനൽ കൊടുക്കുന്ന വാർത്തയാണ്. ഇവരുടെ മെയിൻ പരിപാടി എന്ന് പറഞ്ഞാൽ ആഘോഷവും ഇരവാദവും കരച്ചിലുമാണ്. രണ്ടാമത് പറഞ്ഞ സാധനമാണ് മെയിനായിട്ട് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്, കരച്ചിലും ഇരവാദവുമാണ്. കേരളത്തിൽ പൊതുവെ ഒരു വെപ്പ് എന്താണെന്ന് വെച്ചാൽ ജനം ടി വിയാണ് വർഗീയ ചാനൽ. ആ ചാനലിൽ പല മാധ്യമപ്രവർത്തകരും വർക്ക് ചെയ്യാൻ പോകത്തില്ല. മീഡിയ വൺ എന്ന് പറഞ്ഞാൽ കേരളത്തിൽ മതേതര ചാനലാണ്. ഈ ചാനലിനകത്ത് നമ്മൾ ഇന്ന് കേരളത്തിൽ എഴുതുന്ന പല ചാനലിലും മതേതരത്വം പറയുന്ന പല ടീമും പോയിട്ട് നല്ല സാലറി മേടിച്ച് പണിയെടുക്കും. ഈ ചാനൽ കൊടുക്കുന്ന വാർത്ത ബോധമുള്ളവർക്ക് കാണുമ്പം കാര്യം മനസ്സിലാവും. എന്താണ് ഇവരുടെ വാർത്ത? ഒരു വട്ടം ചുറ്റിയിരുന്ന് മൂന്നാലെണ്ണം എഴുതുന്ന ഡയലോഗ് അടിക്കും. ചില സമയത്ത് ആഘോഷം ഡയലോഗ് അടിക്കും, ചില സമയത്ത് ന്യായീകരിക്കും, ചില സമയത്ത് ഇരുന്ന് പൊട്ടിക്കരയുന്ന രീതിയിൽ ഇരുന്ന് ഇരവാദം പറയും. ഇപ്പം ഇസ്രയേലിലും ഹമാസുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഞാൻ കൃത്യമായി കുറച്ച് കാര്യങ്ങൾ പറയാം. ആദ്യം തന്നെ മീഡിയ വൺ എന്ന് പറഞ്ഞ ചാനൽ ഇഷ്ടമല്ലാത്തവർ എൻ്റെ പേജ് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. എൻ്റെ നിലവിലെ സബ്സ്ക്രൈബിൽ നിന്നും 1, 2, 3, 4 എത്ര ഫോളോവേഴ്സ് കൂടിയാലും മീഡിയ വൺ എന്ന് പറഞ്ഞ ചാനലിനെ മനസ്സിലാക്കി അവരോട് താല്പര്യമില്ലാത്തവർ ഫോളോ ചെയ്തു എന്ന് ഞാൻ കരുതിക്കോളാം. എനിക്ക് കിട്ടുന്ന സപ്പോർട്ട് അങ്ങനെയാണെന്ന് കരുതിക്കോളാം. ഇനി സത്യസന്ധമായി നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. ഇസ്രായേൽ ഹമാസ് വിഷയത്തിൽ നമ്മുടെ കേരളത്തിലിരുന്ന് നമ്മുടെ നാട്ടിലെ നേതാക്കന്മാരും മന്ത്രിമാരും മുഖ്യമന്ത്രിമാരും അല്ലെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ കുറേ ടീമൊക്കെ ഇരുന്ന് ഡയലോഗ് അടിക്കുന്നതാണ്. ഫലസ്തീൻ, ഹമാസ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവർക്ക് വേണ്ടി വേദി ഒരുക്കി കൊടുക്കുന്നതൊക്കെയാണ്. സത്യത്തിൽ ആരായിരുന്നു അവിടുത്തെ ഏരാം? ഇസ്രായേലിലേക്ക് ഹമാസ് എന്ന് പറഞ്ഞ ഭീകര സംഘടന കടന്നു കയറി നിന്ന് കാണുന്നവരെല്ലാം വെടിവെച്ച് കൊല്ലുന്നു. കാണുന്നവരെല്ലാം വെടിവെച്ച് കൊല്ലുന്നു. സ്ത്രീകളെ ആക്രമിക്കുന്നു, കുട്ടികളെ ആക്രമിക്കുന്നു. അവിടെ ഒരു പാർട്ടി നടക്കുന്ന സ്ഥലത്ത് വന്ന് ആൾക്കാരെല്ലാം വെടിവെച്ച് കൊല്ലുന്നു. റോഡിൽ വണ്ടി തടഞ്ഞു നിർത്തിയിട്ട് ആൾക്കാരെ വെടിവെച്ചു. ഇതിൻ്റെ പേരെന്താ? കാശ്മീർ കണ്ടാൽ നമുക്ക് കാര്യം മനസ്സിലായില്ലേ? കാശ്മീരിൽ എന്താ നടന്നത്? അത് തന്നെയല്ലേ അവിടെ നടന്നത്. ടൂറിസ്റ്റ് സ്ഥലത്തൊക്കെ പോയിട്ട് ഇങ്ങനെ ചെയ്തു. എത്രയോ നിരപരാധികൾ, ഒരു 9 മാസം പ്രായമുള്ള കുട്ടികൾ ഉൾപ്പെടെ ഇവർ തട്ടിക്കൊണ്ടുപോയി. ആ തട്ടിക്കൊണ്ടുപോകാൻ നേരത്തെ ഇവർ വിളിച്ച മുദ്രാവാക്യവും ആ വിഷ്വൽസും ലോകം കണ്ടു. പഴയ പോലൊന്നും അല്ല. അച്ചടി പത്രങ്ങൾ വായിച്ചിരിക്കുന്ന ആൾക്കാരൊന്നും അല്ല മലയാളികൾ. പണ്ടൊക്കെ ഇവർ പറഞ്ഞ ഡയലോഗ് നമ്മൾ വിശ്വസിച്ചേനെ. ഇതിൽ നിന്ന് എന്ത് മനസ്സിലായി? ഭീകരവാദത്തിന് ഇസ്രായേൽ തിരിച്ചടിച്ചു. അപ്പോഴത്തേന് ഇവിടെ കുറേ ആൾക്കാർ നിലവിളിക്കാനും കരയാനും തുടങ്ങി. ഗാസ എന്നൊക്കെ പറഞ്ഞാൽ ഇവിടെ ബഹളമായിരുന്നു. ഇവിടെ കുട്ടികളുമായി ബന്ധപ്പെട്ട് നിരപരാധികൾ, കുട്ടികൾ എന്നൊക്കെ പറഞ്ഞാൽ ഇവിടെ ആൾക്കാർ. ഇത് കൂടുതലും മതമാണ്. ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഘടകം മതമാണ്. ലോകം മുഴുവൻ ഈ ഹമാസിന് വേണ്ടിയോ ഫലസ്തീന് വേണ്ടിയോ ബഹളം വെക്കുന്ന ആൾക്കാർ വലിയൊരു ശതമാനവും ഒരു പ്രത്യേക കമ്മ്യൂണിറ്റിപ്പെടുന്ന ആൾക്കാർ. ഇതൊരു മതം ഘടകമാണ്. ഇവർക്ക് ഈ ജൂതന്മാരോടുള്ള വെറുപ്പാണ് ഇത് പുറത്തേക്ക് വരുന്നത്. അല്ലാതെ വലിയ കാര്യമൊന്നുമില്ല. അല്ലെന്നുണ്ടെങ്കിൽ വെറുതെ ഇരിക്കുന്ന രാജ്യത്ത് പോയിട്ട് ഭീകരാക്രമണം നടത്തിയിട്ട് അത് ആഘോഷിക്കുക, എന്നിട്ട് തിരിച്ചടി കിട്ടാൻ നേരത്തെ കരയുക, ഇരവാദം പറയുക, അവിടുത്തെ കുട്ടികൾ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവിടുത്തെ സ്ത്രീകളെന്ന് പറഞ്ഞ് ബഹളം വെക്കുക. ഇത് ആൾക്കാർക്ക് അരിയാരം കഴിക്കുന്ന എല്ലാവർക്കും മനസ്സിലാവും. പിന്നെ കേരളത്തിൽ ഈ രാഷ്ട്രീയക്കാരൊക്കെ ഈ ഫലസ്തീൻ എന്നൊക്കെ പറഞ്ഞ് ബഹളം വെക്കുന്നത് ഒരു പ്രത്യേക കമ്മ്യൂണിറ്റിയുടെ വോട്ട് കിട്ടാൻ വേണ്ടിയാണ്. അല്ലാതെ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. കേരളത്തിലെ മുഖ്യമന്ത്രി ഇന്നലെ ഈ ഇസ്രായേൽ എന്ന് പറഞ്ഞ തെമ്മാടി രാജ്യമാണെന്നൊക്കെ പറഞ്ഞു. പണ്ട് മുതൽ തെമ്മാടി രാജ്യം. ഇതേ മുഖ്യമന്ത്രിയുടെ മന്ത്രിസഭയിലുള്ള ഒരു കൃഷി വകുപ്പ് മന്ത്രിയുണ്ട്, പ്രസാദ്. പുള്ളിക്കാരൻ കൃഷിയുമായി ബന്ധപ്പെട്ടുള്ള പുതിയ ടെക്നോളജി പഠിക്കാൻ ഫലസ്തീനിലേക്കോ ഇറാനിലേക്കോ ഒന്നും അല്ല ആളെ വിട്ടത്, ഇതേ ഇസ്രായേലിലേക്കാണ്. ഇത് മുഖ്യമന്ത്രി അറിയാതെ വിട്ടു എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. പുതിയ ടെക്നോളജി വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് എവിടെ പോകേണ്ടി വരും? ഇസ്രായേലിലേക്ക് പോകേണ്ടി വരും. കാരണം കൃഷിയാണെന്നുണ്ടെങ്കിലും ആയുധമാണെന്നുണ്ടെങ്കിലും ടെക്നോളജി ആണെന്നുണ്ടെങ്കിലും മോഡേൺ ടെക്നോളജി എല്ലാം ഇരിക്കുന്നത് ഇസ്രായേലാണ്. ഇവിടെ കുറേ മലയാളികൾ അവിടെ പോയി ജോലിയും ചെയ്യുന്നുണ്ട്. ഞാനിതുവരെ കണ്ടിട്ടില്ല ഒരു മലയാളി ഫലസ്തീനിൽ പോയി ജോലി ചെയ്യുന്നത്. ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ അതുപോലുള്ള ഒരു രാജ്യത്തിനെതിരെയാണ് ഇവിടെ ഇരുന്ന് ഡയലോഗ് അടിക്കുന്നത്. അവർ ഭീകരവാദത്തെ നേരിട്ടു. പിന്നെ അതിനകത്ത് കുറേ ആൾക്കാർ നിരപരാധികളുണ്ട്. ഞാൻ കൃത്യമായിട്ട് പറയാം. ഈ ഫലസ്തീനിൽ നമ്മൾ എങ്ങനെയാണ് സപ്പോർട്ട് ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഫലസ്തീനിൽ ഹമാസിനെതിരെ നിലപാടെടുക്കുന്നവരെ നമ്മൾ പിന്തുണയ്ക്കേണ്ടതായിട്ടുണ്ട്. ഹമാസിനെ പിന്തുണയ്ക്കുന്നവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭീകരവാദികളാണ്. അവരെ ഒന്നും നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നില്ല. പക്ഷെ അത് നിരപരാധികളുണ്ട്. ഈ ഹമാസ് പോലുള്ള സംഘടനകൾ കാരണമാണ് പാവം പിടിച്ച ഈ സാധാരണ ഫലസ്തീനുകൾ അവിടെ ബുദ്ധിമുട്ടുന്നു, അവിടെ കുട്ടികൾ മരണപ്പെട്ടു പോകുന്നു. കാരണം ഇവരുടെ ഭീകരവാദമാണ് അതിൻ്റെ ഇരയാണ്. അതിനുള്ളിൽ തന്നെ സാധാരണ ഫലസ്തീനുകൾ, അവിടുത്തെ കുട്ടികൾ, പിന്നെ കുറേ ആൾക്കാർ ഫോട്ടോഷൂട്ട് പരിപാടി നടത്തുന്നുണ്ട്, കുറേ കാശ് ഉണ്ടാക്കുന്നുണ്ട്, കുറേ വീഡിയോ ഒക്കെ വിട്ടിട്ട് പാവം കുറേ ആൾക്കാരെ പറ്റിച്ച് കുറേ കാശ് ഉണ്ടാക്കുന്നുണ്ട്. ഇതാണ് ഇവിടെ സംഭവിക്കുന്നത്. ഇപ്പം ഞാൻ നോക്കാൻ നേരത്ത് ഈ ഇസ്രായേലിനെ ഇറാൻ മുട്ടുകുത്തിക്കും എന്നൊക്കെ പറഞ്ഞ് ഇവിടെ ആൾക്കാർ ബഹളം വെച്ചുകൊണ്ടിരിക്കുക. പ്രത്യേകിച്ച് ഈ 4 പേരും കൂടി ഇരുന്ന് ചർച്ച ചെയ്യുന്ന ചാനൽ. ഇവരുടെ നേരത്തെ ചർച്ചയൊക്കെ എന്തായിരുന്നു? ഹമാസ് മുട്ടുകുത്തിക്കും ഇസ്രായേലിനെ, ഹിസ്ബുള്ള മുട്ടുകുത്തിക്കും ഇസ്രായേലിനെ. ഇപ്പോൾ ഈ 2 പേരുടെയും പേര് ഇവർ പറയുന്നില്ല. ഈ ഇസ്രായേൽ എന്നൊക്കെ പറയുന്നത് നമ്മുടെ കേരളത്തിന് വലിപ്പം നിങ്ങൾ ആലോചിക്കും. ഇതിൻ്റെ പകുതിയൊക്കെ ഉള്ളൂ, അത്രയൊക്കെ ഉള്ളൂ. ആ രാജ്യത്തെയാണ് ഇപ്പോൾ ഇല്ലാതാക്കുമെന്നും പറഞ്ഞു എത്ര നാളുകൊണ്ട് ഇവിടെ കലാപരിപാടി തുടങ്ങിയെന്നറിയും. 4 എന്ന് പറയുന്നത് വർഷങ്ങളായി. 1948 തൊട്ട് തുടങ്ങിയ പരിപാടിയാണിത്. അന്നോട്ട് ഇവർ കുറേ ആൾക്കാരെ ആക്രമിക്കാൻ ചെല്ലും, ഒന്നും നടക്കുന്നില്ല, തോറ്റു പോകും, തിരിച്ചു വരും. ഇപ്പോൾ ഹമാസിൻ്റെ ലീഡർ ആയിട്ടുള്ള കുറേ ആൾക്കാരുണ്ട്. ഇവരെല്ലാം ആരാണ് തീർത്തത്? അതും മറ്റൊരു രാജ്യത്ത്, ഈ പറയുന്ന ഇറാനിലൊക്കെ കയറിയിട്ടല്ലേ അവർ തീർത്ത് കളഞ്ഞത്.
അതായത് മൊസാദ് പോലുള്ള സംഘടന എന്ന് പറയുന്നത് വലിയ സംഘടനയാണ്, നമ്മൾ വിചാരിക്കുന്നതിൻ്റെ അപ്പുറമാണ് ചാര സംഘടന എന്ന് പറയുന്നത്. അവർക്ക് എവിടെയും ചെന്ന് കയറാൻ പറ്റുന്ന ശേഷിയുണ്ട്, അവരുടെ ടെക്നോളജി ഉണ്ട്. ഈ പറയുന്ന ഇറാനുള്ളിൽ തന്നെ അവർക്ക് എന്താണ് എവിടെയാണ് ഈ ഈ അവരുടെ പരമോന്നത നേതാവുണ്ട്, ഒരു താടി വെച്ച ഒരു പ്രായമായ അപ്പൂപ്പനുണ്ട്. ഈ പുള്ളിക്കാരൻ കഴിയുന്ന മരുന്ന് എവിടെയാണെന്ന് വരെ ചിലപ്പോൾ മൊസാദിന് അറിയായിരിക്കും, അവരുടെ റൂമിനകത്തിരിക്കുന്ന കാര്യം. അപ്പോൾ അതുപോലുള്ള കാര്യങ്ങളാണ്. അതുപോലെ ഹിസ്ബുള്ള എന്ന് പറയുന്ന സംഘടനയെ പറ്റിയൊക്കെ ഇവിടെ നിന്ന് മീഡിയ വൺ വലിയ രീതിയിൽ ഡയലോഗ് അടിക്കും. ഇപ്പം എന്താ പറയാത്ത പേജർ എന്ന് പറയുന്ന സംഭവം ഇരുന്ന് പൊട്ടിത്തെറിച്ച് അവിടെയുള്ള ആൾക്കാരെ ഫുള്ളും ഇല്ലാതാക്കി. അപ്പോൾ അതുപോലുള്ള ടെക്നോളജി കാര്യങ്ങളും അല്ലെങ്കിൽ രഹസ്യം കാത്തു സൂക്ഷിക്കാനുള്ള ശേഷിയുള്ള രാജ്യത്തെയാണ് ഇപ്പോൾ ഇവർ മൂക്കി വലിച്ച് കയറ്റുമെന്നൊക്കെ പറഞ്ഞിട്ട് ഇറാന് വേണ്ടി സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സമാധാനത്തോടെ ചർച്ച ചെയ്ത് പരിഹരിക്കുക എന്നുള്ളതാണ്. ഈ ഇസ്രായേലിൻ്റെ ചരിത്രം നോക്കി തന്നെ നിങ്ങൾക്കൊരു കാര്യം മനസ്സിലാവും. ഇസ്രായേലിൻ്റെ ചരിത്രത്തിലേക്ക് പോയി കഴിഞ്ഞാൽ അറബ് രാജ്യങ്ങളെല്ലാം ഒറ്റ രാത്രി കൊണ്ട് ഇല്ലാതാക്കാൻ നോക്കി. അതിൻ്റെ തൊട്ട് തലേന്ന് ഇവർ ചർച്ച ചെയ്ത് തീരുമാനിക്കുന്നതിന് മുമ്പ് ഇസ്രായേൽ തിരിച്ചടിച്ച് അവരുടെ എല്ലാ പദ്ധതിയും ഇല്ലാതാക്കി. അവസാനം എന്ത് സംഭവിച്ചു? ഇസ്രായേലിനെ തൊടാൻ പറ്റിയിട്ടില്ല. ഇതാ ഈ കാലഘട്ടങ്ങളിൽ അവരെ തൊടാൻ പറ്റിയിട്ടില്ല. കാരണം അവരുടെ ടെക്നോളജിയാണ് ആദ്യത്തെ കാര്യം. പിന്നെ നമ്മുടെ രാജ്യത്തെ പലപ്പോഴും സപ്പോർട്ട് ചെയ്തിട്ടുള്ള രാജ്യമാണ് ഇസ്രായേൽ എന്നൊക്കെ പറയുന്നത്. ഇന്ത്യക്കുള്ളിൽ അവർക്ക് വലിയ രീതിയിൽ പിന്തുണയുള്ള രാജ്യമാണ്. ഈ ഒക്ടോബർ 7-ാം തീയതി കണ്ടിട്ട് ആരും എനിക്ക് തോന്നുന്നില്ല ഇസ്രായേലിനെ കുറ്റം പറയുന്നത്. കാരണം എന്താണ്, അവരുടെ രാജ്യത്തേക്ക് കടന്നു കയറി നിരപരാധികളെ ഇല്ലാതാക്കി കഴിഞ്ഞാൽ പിന്നെ ആരെങ്കിലും കണ്ടുകൊണ്ടിരിക്കുമോ? ഈ ഇവിടെ ഇരുന്ന് ഹമാസിനെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്നവർ തന്നെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ ഇതൊക്കെ കണ്ടിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ അടുത്ത സമയത്ത് റിപ്പോർട്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, ഈ ഹമാസിൻ്റെ ലീഡേഴ്സ് പാക് അധിനിവേശ കാശ്മീർ വന്നിട്ടുണ്ടായിരുന്നു. അവിടെ തീവ്രവാദികളായിട്ട് റാലി നടത്തി. ആർക്കെതിരെയാണെന്നറിയാം? നമ്മുടെ ഇന്ത്യക്കെതിരെ. അപ്പം അങ്ങനെയുള്ള സംഘടനയൊക്കെയാണ് ഹമാസ്. ഇവിടെ ക്ലിയറായിട്ടൊരു കാര്യം പറയാം, ലോകരാജ്യങ്ങൾ ചർച്ച ചെയ്ത് പരിഹരിച്ചാൽ തീരുന്ന പ്രശ്നമുള്ളൂ സത്യത്തിൽ ഈ ഫലസ്തീനും ഇസ്രയേലും തമ്മിലുള്ള പ്രശ്നം. അവിടെയുള്ള നിരപരാധികൾക്ക് സുഖമായി ജീവിക്കണം, സന്തോഷമായി ജീവിക്കണം, കുട്ടികൾക്ക് പഠിക്കാൻ പോകണം, അവർക്ക് നല്ല വിദ്യാഭ്യാസം കിട്ടണം, അവർക്ക് നല്ല തൊഴിൽ കിട്ടണം, ജീവിത നിലവാരം ഉയരണം. അതിനവിടെ ഭീകരവാദം ഇല്ലാതാണ് ആദ്യത്തെ കാര്യം. ഭീകരവാദം ഇല്ലാതാകുക. ഇപ്പോൾ ഇറാനിൽ തന്നെ ഇവിടെ കുറേ ആൾക്കാർ പറയുന്നുണ്ട് ഇറാൻ ഒരു വലിയ സംഭവമാണെന്നൊക്കെ പറയും. ഇറാനിൽ തന്നെ ഇവരുടെ ഈ ഭരിക്കുന്ന ആൾക്കാർ 6-ാം നൂറ്റാണ്ടിലും അവിടുത്തെ യുവാക്കളെല്ലാം 2025 നിൽക്കുന്നത്. അവിടെ തന്നെ വലിയ ഗ്യാപ്പുണ്ട്. പുരോഗമനവാദികളാണ് അവിടുത്തെ യുവാക്കളൊക്കെ. അപ്പോൾ അവിടെ തന്നെ വലിയ സ്പ്ലിറ്റ് ഉണ്ടാക്കാൻ ഒരു പക്ഷേ ഇസ്രായേലിന് സാധിച്ചേക്കാം. എനിക്ക് പറയുള്ളൂ, നമ്മുടെ നാട്ടിൽ നിന്ന് എത്രയോ മനുഷ്യർ പോയി പണിയെടുത്ത് ജീവിക്കുന്ന രാജ്യമാണെന്നറിയോ. അവിടെ ഇത്രയും യുദ്ധം ഉണ്ടായിട്ട് അവിടെ നിന്നും ഒരു മലയാളിയും തിരിച്ചു വന്നിട്ട് ഞാൻ കണ്ടിട്ടില്ല. അവരെല്ലാം അവിടെ സേഫായിട്ട് നിൽക്കുക. കാരണം അവരുടെ ടെക്നോളജി അവർക്ക് വിശ്വാസമുണ്ട്. നമ്മൾ ഇന്ത്യക്കകത്ത് വേറൊരു രാജ്യത്തു നിന്നൊരു ആക്രമണം ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മൾ വെറുതെ കൈ കെട്ടി നോക്കിക്കുക. നമ്മുടെ രാജ്യത്തെ ആൾക്കാരെ സംരക്ഷിക്കുന്നത് നമ്മുടെ കടമയാണ്. അതുകൊണ്ട് നമ്മൾ എന്തും ചെയ്യും. സിന്ദൂറൊക്കെ അതിനുള്ള എക്സാമ്പിളാണ്. ലാസ്റ്റ് നടന്ന ഓപ്പറേഷൻ നമ്മൾ തിരിച്ചടിക്കും. ഇത് തന്നെയാണ് ഇസ്രായേലും ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ കുറേ ആൾക്കാർ ചില സ്നേഹം കൊണ്ടും അല്ലെന്നുണ്ടെങ്കിൽ ചില വോട്ട് ബാങ്കിൻ്റെ പേരിലൊക്കെയാണ് ഇവിടെ ഇരുന്നുകൊണ്ട് ഹമാസിൻ്റെ പേരിൽ ഫലസ്തീനെ സപ്പോർട്ട് ചെയ്യുന്നത്. നമ്മളൊക്കെ ഫലസ്തീനിലെ നിരപരാധികളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, ഇസ്രായേലിലെ നിരപരാധികളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. രണ്ട് ഭാഗത്തും കുട്ടികളും അമ്മമാരും എല്ലാം ഇല്ലാതാകുന്നുണ്ട്. മറ്റേ സൈഡിൽ അപകടം കുറയുന്നതിൻ്റെ കാരണം ഇവരെ ആക്രമിക്കുന്ന റോക്കറ്റുകൾ അവിടെ വീഴാത്തതുകൊണ്ട്. അല്ലെന്നുണ്ടെങ്കിൽ അവസ്ഥയും നല്ല വെച്ചാൽ ഇസ്രായേലിൻ്റെ കയ്യിൽ ടെക്നോളജി ഇല്ലായിരുന്നെങ്കിൽ അവിടെ ഉള്ള ആൾക്കാരുടെ കൂട്ടക്കരുതി ഇവിടെ ആൾക്കാർ ആഘോഷിക്കത്തേ ഉള്ളൂ, അല്ല ഒന്നുമില്ലല്ലോ. അപ്പോൾ ഈ സ്നേഹമില്ലല്ലോ. ഈ സ്നേഹമുള്ള ആൾക്കാർ ഇപ്പം ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഘടകം മതമാണെന്ന് പറയാനുള്ള കാര്യം എന്താ അറിയാം? തൊട്ടപ്പുറത്തുള്ള വെസ്റ്റ് ബംഗാൾ എന്ന് പറയുന്ന നമ്മുടെ രാജ്യത്ത് വെസ്റ്റ് ബംഗാളിൽ വഖഫ് ഭേദഗതി ബില്ലിന് ശേഷം ഹിന്ദു കമ്മ്യൂണിറ്റിക്ക് നേരെ പെട്ടെന്നൊരു കലാപം ഉണ്ടായി. അവിടെ ആൾക്കാരെ ഇല്ലാതാക്കുന്നു, ആൾക്കാർ പാലായനം ചെയ്യുന്നു. ഇവിടെ ആൾക്കാർക്ക് കരച്ചിൽ വന്നില്ല, ആരും ഈ സമാധാനം പറയുന്നത് കേട്ടില്ലല്ലോ. ബംഗ്ലാദേശ് എന്ന് പറയുന്ന മുസ്ലിം കമ്മ്യൂണിറ്റിക്ക് ഭൂരിപക്ഷമുള്ള രാജ്യമാണ്. അവിടെ ഷെയ്ഖ് ഹസീന എന്ന് പറഞ്ഞ അവിടുത്തെ പ്രൈം മിനിസ്റ്റർ രാജ്യം വിട്ടു പോകുമ്പോൾ അവിടെ ഉണ്ടായത് എന്താണ്? അവിടെ ന്യൂനപക്ഷമായിട്ടുള്ള ഹിന്ദുസിനെ ഏതെല്ലാം രീതിയിൽ ആക്രമണം ഉണ്ടായി. എന്തുകൊണ്ടാണ് ഇവിടെ ആരും കരയാത്ത നിലവിളിക്കാൻ ചെയ്തത്? സംഭവം ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഘടകം മതമാണ്. അപ്പോൾ ജൂത വിരോധമാണ് എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അത് കണ്ടിട്ട് കുറേ പൊളിറ്റിക്കൽ പാർട്ടിയുടെ വോട്ട് ആവശ്യമുള്ള ആൾക്കാർ വോട്ട് വന്ന് ഈ സ്വരാജിനെ പോലെ നിലപാട് പറയുന്നു എന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ടല്ലോ. പുള്ളിക്കാരനൊക്കെ ഇടുന്ന ഈ ഫലസ്തീൻ എന്ത് തന്നെ ചെയ്താലും അവർ നിരപരാധി എന്ന് പറയുന്നത്. അതായത് 1200-ഓളം മനുഷ്യരെ കൊന്നുകളി, അവരുടെ ജീവൻ പോയിട്ട് കുറേ ആൾക്കാരെ ഹോസ്റ്റേജസ് ആക്കി വെച്ചിരിക്കുന്ന ഒരു സംഘടനയാണ്. ആ ഫലസ്തീനിൽ നിന്നുള്ള ആൾക്കാർ തന്നെയല്ലേ ഈ ഹമാസ്. അപ്പോൾ അവരെ പിന്തുണച്ചുകൊണ്ട് ഡയലോഗ് അടിച്ച ആളാണ് ഈ നമ്മുടെ നാട്ടിൽ വിപ്ലവം പറയുന്നതൊക്കെ പറയുന്ന ആൾക്കാർ. ഇവരെയൊക്കെ നിരന്തരം പിന്തുണച്ചുകൊണ്ടിരിക്കുക. ഈ തെമ്മാടി രാഷ്ട്രമാണ് ഇസ്രായേൽ എന്ന് പറയുന്ന മുഖ്യമന്ത്രി. കൃഷിയെപ്പറ്റി കേരളത്തിന് എന്തെങ്കിലും ഒരു പഠിക്കാനുണ്ടെന്നുണ്ടെങ്കിൽ നേരെ ഇസ്രായേലിലേക്ക് ഒരു പ്രത്യേക സംഘത്തെ അയക്കുക. എന്തുകൊണ്ടാണ് നിങ്ങൾ ഫലസ്തീനിലേക്ക് മറ്റു രാജ്യങ്ങളിലേക്ക് അയക്കുന്നത്? ഇപ്പോൾ ടെക്നോളജി ലെവലിൽ അവർ പലപ്പോഴും മുമ്പിൽ നിൽക്കുന്നത് കൊണ്ടാണ്. പിന്നെ ഇവിടെ ഇരുന്ന കുറേ ആൾക്കാർ, ഇപ്പോൾ മീഡിയ വൺ എന്ന് പറഞ്ഞ ചാനലിൽ
ഇവിടെ ജനൻ TV വർഗീയ ചാനലാണെന്നുണ്ടെങ്കിൽ ഞാൻ മനസ്സിലാക്കുന്നത് മീഡിയ വൺ ഇത് തന്നെയാണ്, അതിൽ കൂടുതലൊന്നുമില്ല. അതിന് മുകളിൽ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അമ്മാതിരി കുത്തിത്തിരിപ്പാണ് ഇവർ പറയുന്നത്. പിന്നെ ഇവരുടെ മെയിൻ പരിപാടി എന്ന് പറയുന്നത് ആദ്യമേ കുറേ ഇരുന്ന് സന്തോഷിക്കും, ബഹളം വെക്കും, ഒരു 4 പേര് ഇരുന്ന് വലിയ ഡയലോഗ് അടിക്കും, അവസാനം ഇരുന്ന് നിരവാദം പറയും. കാര്യം ഇപ്പോൾ ഇത് ഇസ്രായേലിൽ നടക്കാൻ പോകുന്ന ഇതാണ്. ഇപ്പോൾ ഇരുന്ന് വലിയ ഡയലോഗ് അടിക്കുന്നുണ്ട്, ഇസ്രായേലിൻ്റെ പ്രൈം മിനിസ്റ്റർ ഒളിച്ചോടി എന്നൊക്കെ പറയുന്നത്. ഇപ്പോൾ നടക്കാൻ പോകുന്ന എന്തോ അന്ന് കുറച്ചുകൂടെ കഴിയുമ്പോൾ പറയും. അപ്പോൾ ഇവിടെ ഇരുന്നിട്ട് നിരവാദം പറയും, സേവ് അത് സേവ് ഇതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഡയലോഗ് അടിക്കും, കരച്ചിൽ നിലവാദം. പിന്നെ അന്നേരം ജനാധിപത്യത്തെ പറ്റി ഇപ്പം എന്താ പറയുന്നത് പറഞ്ഞാൽ ഇപ്പം ഇല്ലാതാക്കി കളയണം അവിടെയുള്ള ആൾക്കാരെ, അവരെ അടിച്ചമർത്തണം എന്നൊക്കെ വേണം. അവിടെ എന്താ സാധാരണക്കാരില്ലേ ഇറാൻ ആക്രമിക്കുമ്പോൾ? അവിടുത്തെ നിരപരാധികളും കുട്ടികളും ഇല്ലേ, സ്ത്രീകളില്ലേ? അപ്പോൾ അവിടെയുള്ള ആൾക്കാർക്ക് ഒരു കാരണവശാലും ഒരു പരിഗണനയും നമ്മൾ കൊടുക്കാറില്ല. പക്ഷേ തിരിച്ചാണെന്നുണ്ടെങ്കിൽ നമ്മൾ കരയും ബഹളം വെക്കും. ഇതാണ് നമ്മുടെ കേരളത്തിൽ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ പറഞ്ഞ കാര്യത്തിൽ 1% ശരിയാണെന്നുണ്ടെങ്കിൽ പേജ് ഫോളോ ചെയ്ത് നിങ്ങളുടെ പിന്തുണ അറിയിക്കുക. അപ്പോൾ ശരി.